ആൻസേഴ്സ് മാത്രം എഴുതുക, എന്നിട്ട് മദർ മെൻറ്റർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതൊരു മോഡൽ എക്സാമാണ്. നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഈ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒബ്സർവ് ദ പിക്ചർ. ക്വസ്റ്റ്യന് റൈറ്റ് എനി 2 ഫുഡ് ചെയിൻ ഫ്രം ദ പിക്ചർ. ഏതെങ്കിലും 2 ഫുഡ് ചെയിന് ഇതെന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്കറിയാം ലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് ചെയിൻ എന്തെന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, വാട്ടറിൽ ഏതാണോ അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഫുഡ് ചെയിൻ, 2 ഫുഡ് ചെയിൻ നിങ്ങൾ സ്റ്റാർട്ട് എഴുതുക. ബി ക്വസ്റ്റ്യന് വിച്ച് ഓർഗാനിസം ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ഈച്ച് ഓഫ് ദ ഫുഡ് ചെയിൻ യു ഹാവ് റിട്ടേൺ. നിങ്ങൾ എഴുതിയ ഫുഡ് ചെയിനിൽ ഫസ്റ്റ് ലിങ്ക് ആരാണ്, അതായത് എന്തിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫുഡ് ചെയിന്, ആ പേര് കൊടുക്കുക. സി ക്വസ്റ്റ്യന് ഒബ്സർവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയോ ശരിയുണ്ട്, ഏതൊക്കെയോ തെറ്റുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമുക്ക് അധികം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോന്നും ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുക. അങ്ങനെ ഓരോ സെൻറ്റൻസ് വായിച്ചിട്ട് അത് ശരിയാണെങ്കിൽ അവിടെ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ. അപ്പോൾ സി ക്വസ്റ്റ്യന് ആന്തോസയാനിൻ ഈസ് ദ പിഗ്മെൻറ്റ് വിച്ച് ഗീവ്സ് യെല്ലോ കളർ ടു യെല്ലോ നേരിയം ഫ്ലവർ. അതായത് യെല്ലോ കളർ ഫ്ലവറിന് യെല്ലോ കളർ കൊടുക്കുന്നത് ആന്തോസയാനിനാണ്. ഈ ഒരു സെൻറ്റൻസ് ശരിയാണെങ്കിൽ ശരിയെന്ന് അവിടെ തന്നെ ഇടുക, തെറ്റാണെങ്കിൽ തെറ്റ് അവിടെ തന്നെ ഇടുക. ഇനി രണ്ടാമത്തത് അതിൽ ക്സാന്തോഫിൽ ഈസ് ദ പിഗ്മെൻറ്റ് വിച്ച് ഗീവ്സ് ഓറഞ്ച് കളർ ടു ക്യാരറ്റ്. ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ക്സാന്തോഫിലാണ്. അതും ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ആന്തോസയാനിൻ ഗീവ്സ് റെഡ് കളർ ടു റെഡ് റോസ്. റെഡ് റോസാപ്പൂവിന് റെഡ് കളർ കൊടുക്കുന്നത് ആന്തോസയാനിനാണ്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ക്സാന്തോഫിൽ ഗീവ്സ് യെല്ലോ കളർ ടു മേരിഗോൾഡ്. മേരിഗോൾഡ് പറഞ്ഞാൽ മല്ലികയാണ് കേട്ടോ. മല്ലികയ്ക്ക് മഞ്ഞ കളർ കൊടുക്കുന്നത് ക്സാന്തോഫിലാണ്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. അങ്ങനെ ഓരോന്നിനും ശരിയും തെറ്റും ഇട്ടു. ഇനി അതിൽ ഓപ്ഷനിലോട്ട് പോവുക. എ എന്ന് പറയുന്നത് 1 and 2 ആർ കറക്റ്റ്. 1ഉം 2ഉം ശരിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവിടെ ശരിയും തെറ്റും കൂടെ ഇട്ടിക്കണല്ലേ. അപ്പോൾ അതിൽ നോക്കുക 1, 2 തന്നെയാണോ നിങ്ങൾ ശരിയാണെന്നുള്ളത്. അതാണെങ്കിൽ ആ ഓപ്ഷൻ എടുക്കുക. അതല്ല ബി 2, 3 ആർ കറക്റ്റ്. 2ഉം 3ഉം ആണ് ശരിയെന്നാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾ മാർക്ക് ചെയ്തില്ല ശരിയെന്ന് തോന്നിയ വെച്ചാൽ ബി ഓപ്ഷൻ എന്ന് എഴുതുക. സി 3, 4 ആർ കറക്റ്റ്. 3ഉം 4ഉം ആണ് എന്നാണ് സി ഓപ്ഷന്. ഡി ഓപ്ഷന് 1 and 4 ആർ കറക്റ്റ്. 1ഉം 4ഉം ആണ് എന്നാണ്. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷനിലുള്ള എ ബി സി ഡി ഇതിലേതോ ഒന്നാണ് ശരി. അപ്പോൾ നിങ്ങളിവിടെ ശരിയും തെറ്റിട്ട് വെച്ച് നോക്കിയാലേ നിങ്ങൾക്കത് ഫൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ശരിയും തെറ്റിടുക, എന്നിട്ട് ഈ ഓപ്ഷനിൽ ഏതാണോ ആൻസർ, ഇവിടെ സി എന്ന് എഴുതിയിട്ട് ആൻസർ ഇത്ര എഴുതിയാൽ മതി. എയോ ബിയോ സിയോ ഡിയോ ഇതിലേതോ ഒന്നാണ് അത് എഴുതുക. അപ്പോൾ അത് എങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് മിസ് ഇപ്പോൾ പറഞ്ഞു. ഇനി 2ൽ എയും ബിയും ഉണ്ട്. ഒന്നെങ്കിൽ എ ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എഴുതുക. എക്സാമിന് ഒന്നെങ്കിൽ 7 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിലൊരു 5 എഴുതാണ്ടാവും. അതല്ല ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ മിസ്സ് തന്ന പോലെ ഏതെങ്കിലും ക്വസ്റ്റ്യന് എയും ബിയും തരും, ഒരു ക്വസ്റ്റ്യന് അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, അത് നോക്കുക. അപ്പോൾ എ ക്വസ്റ്റ്യന് എ റെഡ് സ്പിനാച്ച് ഈസ് എ പ്ലാന്റ് ദാറ്റ് പെർഫോം ഫോട്ടോസിന്തസിസ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഭിപ്രായമാണ്. റെഡ് സ്പിനാച്ച് പറഞ്ഞാൽ ചുവന്ന ചീര, അമരാന്തസ് എന്നും പറയും കേട്ടോ. ചീരക്ക് 2ഉം വരാം. അപ്പോൾ ചുവന്ന ചീരയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഫോട്ടോസിന്തസിസ് നിങ്ങൾക്കറിയാം, ലീഫിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ചുവന്ന ചീരയിൽ അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. എ ക്വസ്റ്റ്യൻ ഡു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ. ഇതുമായിട്ട് നിങ്ങൾ യോജിക്കണുണ്ടോ, ഈ ഒരു ഒപ്പീനിയനായിട്ട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. എന്താണ് റീസൺ? ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ആ റീസണ് കൊടുക്കുക. ബി റൈറ്റ് ദ കോമ്പണൻസ് ഓഫ് ദ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൻ്റെ 4 കോമ്പണൻസ് ഉണ്ട്, അത് എഴുതുക. സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെയോ കറക്റ്റാണ്. അപ്പോൾ അത് ആദ്യം വായിക്കുക, എന്നിട്ട് അതൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്തെന്ന് പറയുന്നത് പ്ലാന്റ്സ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻസ്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിലാണ് ഈ പറയുന്നത് ഓരോന്നും കേട്ടോ. ഫോട്ടോസിന്തസിസിൻ്റെ കാര്യമാണ് ഈ ഓരോന്നിലും പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഓക്സിജൻ എടുത്തിട്ട്
കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്താണ് എന്നാണ് കേട്ടോ പറയുന്നത്. ശ്രദ്ധിക്കുക. അതാണ് അത് ശരിയാണെങ്കിൽ അവിടെ ശരി ഇടുക, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റെന്ന് ഇടുക. ഇനി അതിൽ രണ്ടാമത്തത്, പ്ലാന്റ്സ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് റിലീസ് ചെയ്യുന്നതും, അത് എടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ, വിടുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. മൂന്നാമത്തത്, പ്ലാന്റ്സ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഓക്സിജൻ ഡ്യൂറിങ് റെസ്പിറേഷൻ. പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, അതുപോലെ എടുക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുക. റിലീസ് കാരണം പുറത്തേക്ക് വിടുകയാണ് കേട്ടോ, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഇനി നാലാമത്തത്, പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിങ് റെസ്പിറേഷൻ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനും എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 3, 4 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 4 ഈസ് ട്രൂ. ഏതാണെന്ന് വെച്ചാൽ ആ ഓപ്ഷനിൽ ഇവിടെ സെലക്ട് ചെയ്യുക കേട്ടോ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, രണ്ടിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ഇമേജ് ഉണ്ട്, ആ 3 ഇമേജ് നോക്കുക. എന്നിട്ട് ഐഡൻറ്റിഫൈ ദ പിക്ചർ ആൻഡ് നെയിം ദിസ് പ്ലാന്റ്. ഏതാണോ എന്നുള്ളത് അതിൻ്റെ ഇത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓരോന്നിൻ്റെ പേര് എഴുതുക. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു വാൻഡ. വാൻഡയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് താഴെ തന്നത്. അതിന് ഓപ്ഷൻസും ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ തിക്ക് റൂട്ട് ഓഫ് ദ വാൻഡ ഹെൽപ്പ് ഇറ്റ് ടു ക്ലിങ് ഓൺ ദ ട്രീ. കട്ടിയുള്ള വേരുകൾ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ദ സ്മോൾ റൂട്ട് ഓഫ് ദ വാൻഡ ഡു നോട്ട് ഹെൽപ്പ് ഇറ്റ് ടു അബ്സോർബ് മോയ്സ്ചർ. കുഞ്ഞു വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതാണോ ശരി അത് നോക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫാൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് 2 ഈസ് ഫാൾസ്. ഡി, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ് ആൻഡ് 2 ഈസ് ട്രൂ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സി എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഓർക്കിഡ് ഏതിൻ്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളത് എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസസ് ഗിവൺ ബിലോ, ക്ലാസിഫൈ ദ ഡിസീസസ് അപ്രോപ്രിയറ്റ്ലി. താഴെ കുറച്ച് അസുഖം തന്നിട്ടുണ്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ. അപ്പോൾ ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി, ക്യാൻസർ, COVID-19 കൊറോണ, ജോണ്ടിസ് മഞ്ഞപ്പിത്തം, ഹെഡേക്ക് തലവേദന, ഡയബറ്റീസ് പ്രമേഹം, ടൂത്തേക്ക് പല്ലുവേദന. അപ്പോൾ അത് ഏതാണോ രണ്ടായിട്ട് അസുഖങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതിൽ ബി ക്വസ്റ്റ്യന്, റൈറ്റ് ഡിഫറെൻറ്റ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ദ ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോ. കൊതുകിൻ്റെ വളർച്ച തടയാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, കൊതുകിൻ്റെ വളർച്ച തടയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം എഴുതിയാൽ മതി. സി, റൈറ്റ് പാത്തജൻസ് നെയിംസ്. നമ്മൾ പാത്തജൻസ് അഥവാ മൈക്രോ ഓർഗാനിസം അവരെ പഠിച്ചിട്ടുണ്ട്. അവരിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 3 ഉണ്ട്, 1 എഴുതിയാൽ മതി. ഇനി നാലാമത്തത്, എയും ബിയും ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയിട്ട് ആൻസർ ചെയ്ത്. ഓക്കെ, അതിൽ 4 എ ക്വസ്റ്റ്യന്, ഡിസീസസ് ക്യാൻ സ്പ്രെഡ് നോട്ട് ഓൺലി എമംഗ് ഹ്യൂമൻസ് ബട്ട് ആൾസോ എമംഗ് അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. റൈറ്റ് 2 കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഈച്ച് ദാറ്റ് എഫക്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ പ്ലാന്റ്സിനും മൃഗങ്ങളിലും അസുഖങ്ങൾ പകരുന്നുണ്ട്. അപ്പോൾ ആനിമൽസിലും പ്ലാന്റ്സിലും പകരുന്ന ഏതെങ്കിലും ഓരോ അസുഖങ്ങൾ എഴുതുക. ബി ക്വസ്റ്റ്യന്, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആദ്യം ഇതെന്ത് ചെയ്യുക? ഇത് കറക്റ്റ് ഓർഡർ അല്ല, അപ്പോൾ ആദ്യം ഇത് മാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം മാച്ച് ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻ നോക്കുക. അപ്പോൾ ട്യൂബർക്ലോസിസ് ക്ഷയരോഗം, ലെപ്രസി കുഷ്ഠം, ഡെങ്കി ഫീവർ ഡെങ്കിപ്പനി.
ഡെങ്കിപ്പനി, വേം ഫെർമെൻറ്റേഷൻ, അപ്പോൾ വിര അസുഖം. ത്രോ മൊസ്കിറ്റോസ്, കൊതുക് പരത്തുന്ന അസുഖം. ത്രോ ദ എയർ, വായുവിലൂടെ. ത്രോ ദ സോയിൽ, മണ്ണിലൂടെ. ത്രോ ദ കോണ്ടാക്ട് വിത്ത് എഫക്റ്റഡ് ഹ്യൂമൻസ്, സമ്പർക്കത്തിലൂടെ പകരുന്ന അസുഖം. അപ്പോൾ ആദ്യം നിങ്ങളിത് മാച്ച് ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻ നോക്കുക അത് കറക്റ്റ് ആണോ എന്നുള്ളത്. നാലാമത്തതിൽ ബി ക്വസ്റ്റ്യൻ ആണ്. In an area, 2 children were affected by a communicable disease. Both of them can't take medicine for the disease, but one of them got it worse. Why do you think the disease became severe in one child? അപ്പോൾ 2 കുട്ടികൾക്ക് ഒരു പകരുന്ന അസുഖം ഉണ്ടായി. ഒരാൾക്ക് പെട്ടെന്ന് അസുഖം മാറി, മറ്റേ ആൾക്ക് അസുഖം മാറിയില്ല. എന്താണ് റീസൺ? എന്ത് കാരണമായിരിക്കാം? അതാണ് അവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം, എന്തോ ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസുഖം മാറും എന്നുള്ളത്. ഇനി ബി, കൺജക്റ്റിവൈറ്റിസ് ഈസ് എ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ചെങ്കണ്ണ് എന്ന് പറയുന്നത് പകരുന്നൊരു അസുഖമാണ്. അപ്പോൾ അത് പകരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം? ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻറ്റ്, രോഗിയുമായിട്ട് അടുത്ത് ഇടപഴകാതിരിക്കുക. ബാക്കി 2 നിങ്ങൾ എഴുതണം. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്? ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്, ഹെൽത്ത് ഹാബിറ്റ് താഴെ തന്നതിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഹെൽത്ത് ഹാബിറ്റ് അല്ലാത്തത്, നോട്ട് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഹാൻഡ്സ് ആർ വാഷ്ഡ് ഓൺലി ആഫ്റ്റർ മീൽസ്, ഭക്ഷണശേഷം മാത്രം കൈ കഴുകുക. ടേക്ക് ബാത്ത് എവരി ഡേ, എന്നും കുളിക്കുക. നെവർ സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലങ്ങളിൽ തുപ്പുക. ഓഫൺ ഈറ്റ് ഫുഡ് ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ഓപ്പൺ, അപ്പോൾ തുറന്നു വെച്ച ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളെ ഹെൽത്തിന് നല്ലതല്ലാത്തത്, അതാണ് എഴുതേണ്ടത്. ഇനി 5-മത്തത്, അത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്ഷനിൽ നോക്കിയിട്ട് ഓപ്ഷനിൽ ഏതോ ഒന്നാണ് കറക്റ്റ് ആൻസർ, അതാണ് എഴുതേണ്ടത്. ഇനി 5-മത്തെ ക്വസ്റ്റ്യന്, താഴെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിലുള്ള ഒരു പോസ്റ്ററാണ്. വാട്ടർ ദ പ്ലാന്റ്സ് എവരി ഡേ. എന്താണ്? പ്ലാന്റ്സിന് എന്നും വെള്ളം നനക്കണം എന്നാണ് പറയുന്നത്. അതിലെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? വാട്ടർ ഇൻ പ്ലാന്റ്സിലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 ഇത്. ബി, റൈറ്റ് 2 ഇൻസ്റ്റൻസസ് ഇൻ ഡെയിലി ലൈഫ് വേർ ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ്. നമ്മുടെ ഡെയിലി ലൈഫിൽ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, അതായത് യൂസസ് ഓഫ് വാട്ടർ എഴുതിയാൽ മതി. സി ക്വസ്റ്റ്യന്, എക്സാമിൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് എ റീസൺ ആൻഡ് ചൂസ് വൺ. സ്റ്റേറ്റ്മെൻറ്റ്, സോക്ക് സീഡ്സ് ഇൻ വാട്ടർ ഈസ് എ വേ ടു ചൂസ് ഗുഡ്. വിത്ത് വെള്ളത്തിലിടുന്നത് നല്ല വിത്തിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ, ഡാമേജ്ഡ് സീഡ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ഡാമേജ്ഡ് സീഡ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കേട് വന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു പറഞ്ഞത്.